നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹിനയുടെ മരണത്തിന് പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണമാണ് ഉയരുന്നത്. സുഹൃത്തും സഹപാഠിയുമായ വിദ്യാർത്ഥിയുമായി ഷഹിന പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ ഇടപെട്ട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ വലിയ തുക സ്ത്രീധനമായി സുഹൃത്തായ സഖാവ്, വിദ്യാർത്ഥി നേതാവാണ്, ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയന്റെ സജീവ പ്രവർത്തകനാണ്, നേതാവായ സഖാവ്, വിപ്ലവം സൃഷ്ടിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട സഖാവാണ് ഒടുവിൽ വൻ തുക ഷഹാനയുടെ കുടുംബത്തോട് സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്. BMW കാറും 150 പവനും 15 ഏക്കർ സ്ഥലവും ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിലാണ്. അതേസമയം 50 ലക്ഷം രൂപയും 50 പവൻ സ്വർണവും നൽകാമെന്ന് വാക്കു പറഞ്ഞതായും വിവരങ്ങളുണ്ട്. എന്നാൽ ഇത് പറ്റില്ല എന്നാണ് കാമുകനായ ഡോക്ടർ ഷഹാനയോട് പറഞ്ഞത്. ഡോക്ടറുടെ കുടുംബം കനത്ത സ്ത്രീധനം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് മറ്റു പോംവഴികളില്ലാതെ കല്യാണം മുടങ്ങിയത്. പിന്നീട് വിഷാദാവസ്ഥയിലായിരുന്നു ഈ ഷഹാന എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അനസ്തേഷ്യ മരുന്ന് സ്വയം കുത്തിവെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത്. ഒപ്പം ഒരു ആത്മഹത്യ കുറിപ്പുമുണ്ടായിരുന്നു. പണമാണ് എല്ലാത്തിനും മീതെ, എല്ലാവർക്കും വേണ്ടത് പണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യാ കുറിപ്പ്. വളരെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു ഷഹാന. ഷഹാനയുടെ പിതാവ് വിദേശത്താണ്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതോടുകൂടി കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണു. പെട്ടെന്നുണ്ടായ മരണമാണ് ഷഹാനയുടെ പിതാവിൻ്റെത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില വളരെയധികം ഭദ്രമായിരുന്നു. നിരവധി പേർക്ക് അദ്ദേഹം പണം വായ്പയായും സഹായമായും നൽകിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി തന്നെ ഈ തുകകൾ ലഭിക്കാതെയായി. അദ്ദേഹത്തിന് പണം നൽകാനുള്ള പലരും പണം ഇപ്പോൾ നൽകാൻ തയ്യാറല്ല എന്നുള്ള വിവരമറിഞ്ഞു, അല്ലെങ്കിൽ പലരും തയ്യാറായില്ല. ഇതോടുകൂടിയാണ് കുടുംബം പെട്ടെന്ന് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിയത്. എന്നിട്ടും മിടുക്കിയായ വിദ്യാർത്ഥിനിയായ ഷഹാന പഠനം തുടരുകയായിരുന്നു. സഹോദരൻ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ജോലിക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സഹപാഠിയും സുഹൃത്തുമായ ഡോക്ടറുമായി ഷഹാന അടുപ്പത്തിലാകുന്നത്. സുഹൃത്തായ ഡോക്ടർ കടുത്ത ഇടതുപക്ഷ വിശ്വാസിയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്. വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിദ്യാർത്ഥി നേതാവാണ്. ഇദ്ദേഹത്തിന്റെ പലപ്പോഴും കോളേജ് ക്യാമ്പസിനുള്ളിലെ സമരങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ആളാണ് ആരോപണ വിധേയനായ വിദ്യാർത്ഥി നേതാവ്. ആ വിദ്യാർത്ഥി നേതാവുമായി ഷഹാന അടുപ്പത്തിലാകുന്നു. എന്നാൽ അല്പം കഴിയുമ്പോഴാണ്, വിവാഹം ആലോചിച്ച് ഏകദേശം ഉറപ്പിക്കുമ്പോഴാണ് ഈ വിദ്യാർത്ഥി നേതാവ്, വിപ്ലവ നേതാവിന്റെ തനി നിറം പുറത്തു വരുന്നത്. കനത്ത തുക സ്ത്രീധനം ആവശ്യപ്പെടുന്നത് BMW കാറ്, 150 പവൻ, 50 ലക്ഷം രൂപ, 15 ഏക്കർ സ്ഥലം തുടങ്ങി താങ്ങാവുന്നതിനപ്പുറമാണ് ഷഹാനയോട് ഈ യുവ ഡോക്ടർ സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ യുവ ഡോക്ടറുടെ കുടുംബം സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്. ഒന്നാമത് പിതാവ് മരിച്ച ദുഃഖം ആ കുടുംബത്തിനുണ്ട്. ഇനി വിദേശത്തുള്ള പിതാവ് മരിച്ചതോടെ തന്നെ ആ കുടുംബത്തിന്റെ വരുമാനം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഇനി വരുമാനം എവിടുന്ന് കണ്ടെത്തുമെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യം. ഈ അവസ്ഥയിൽ കല്യാണം മുടങ്ങുന്നു. പണം നൽകാനാവില്ലെങ്കിൽ കല്യാണവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് യുവ ഡോക്ടറുടെ കുടുംബം ഷഹാനയുടെ കുടുംബത്തെ അറിയിക്കുകയാണ്. ഇതോടുകൂടി ആകെ തകർന്നു ആ കുടുംബം. ഷഹാന മാനസികമായി വളരെ തളർച്ചയിലേക്ക് എത്തുന്നു. വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. ക്രമേണ സുഹൃത്തുക്കളോട് പോലും സംസാരിക്കുന്നത് കുറവായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഡ്യൂട്ടിക്ക് കയറേണ്ട ആളാണ് PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹാന. എന്നിട്ടും എത്തേണ്ട സമയത്തും എത്താത്തത് കൊണ്ട് സുഹൃത്തുക്കൾ ഫ്ളാറ്റിലെത്തി പരിശോധിക്കുകയായിരുന്നു. ആ സമയത്താണ് മരണപ്പെട്ട നിലയിൽ ഷഹാനയെ കണ്ടെത്തിയത്. ആ അനസ്തേഷ്യ മരുന്ന് ശരീരത്തിൽ സ്വയം കുത്തിവെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ആരോപണം സുഹൃത്തായ ഡോക്ടർക്കെതിരെ ഉയരുന്നത്. സുഹൃത്തായ ഡോക്ടറുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇയാൾ ഒളിവിൽ പോയി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതാണ് വിപ്ലവ പാർട്ടിയുടെ തീപ്പൊരി നേതാവിന്റെ തനിനിറം. വിദ്യാർത്ഥി നേതാവായ സഖാവിന്റെ തനിനിറമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പ്രണയിച്ച പെൺകുട്ടിയെ പണത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ തള്ളിക്കളയുക, പറ്റിക്കുക, വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അതിൽ നിന്ന് പിന്മാറുക,
ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുക. ഇതിന്റെ പേരാണോ വിപ്ലവം? നമുക്കറിയാം ഒരു ഡോക്ടറായി തീരണമെങ്കിൽ ആ കുട്ടി ഈ ജീവിതത്തിൽ എടുത്ത പ്രയത്നങ്ങൾ എത്ര വലുതാണ്. വളരെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു ഡോക്ടർ ഷഹന എന്ന് ഡോക്ടർ ഷഹനയുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ വ്യക്തമാക്കുകയാണ്. സമൂഹത്തിന് ഗുണകരമായി ഭവിക്കേണ്ട, സമൂഹത്തിന് വളരെയധികം സേവനങ്ങൾ ചെയ്യേണ്ട ഒരു പെൺകുട്ടിയുടെ ജീവൻ ഈ ചെറിയ പ്രായത്തിൽ കവർന്നെടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? ആ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ്? നമുക്കറിയാം, കൊല്ലത്ത് മരണപ്പെട്ട വിസ്മയുടേതിന് സമാനമായ ഒരു മരണമല്ലേ ഇത്? വിസ്മയുടേത് വിവാഹശേഷമുള്ള ഭർത്താവിന്റെ പീഡനമാണെങ്കിൽ ഇവിടെ വിവാഹത്തിന് മുൻപ് പ്രതിശ്രുത വരന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വലിയ പീഡനം ഈ മരണത്തിന് കാരണമായി എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഡോക്ടർ ഷഹനയുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് മരണത്തിലേക്ക് നയിച്ച കാരണം? സ്ത്രീധന പീഡനമാണെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. പോലീസും അതേ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വിദ്യാർത്ഥി നേതാവിന് രാഷ്ട്രീയത്തിൽ ഭരണ കക്ഷിയിൽ വലിയ സ്വാധീനമുണ്ട്, ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കില്ല എന്നുള്ള ഭയം മരണപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിനും നാട്ടുകാർക്കുമുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസിന് പോലും കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ ഉള്ള സാഹചര്യമില്ല. മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൃത്യമായ അന്വേഷണം നടത്താൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കൂടി മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനെ അതിന് അനുവദിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. വിപ്ലവ പാർട്ടിയുടെ തീപ്പൊരി നേതാവായ യുവ ഡോക്ടർ ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ ഈ വിദ്യാർത്ഥി നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഒരു പെൺകുട്ടിയുടെ മരണത്തിന് കൂടി ഇയാൾ ഉത്തരവാദിയാകരുത്. കേരളത്തിലെ ഈ ഡോക്ടർമാർക്കിടയിലുള്ള ആത്മഹത്യാ പ്രവണത അത് നേരത്തെയും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ വർഷം മാത്രം 11 യുവ ഡോക്ടർമാരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. സമൂഹത്തിന്റെ ആരോഗ്യ മേഖലയെ നയിക്കേണ്ടവർ, സമൂഹത്തിന് വഴികാട്ടികളാകേണ്ടവർ, സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വഴിവിളക്കാകേണ്ടവർ, ഒരു നാടിന് തന്നെ അഭിമാനമാകേണ്ട ഇത്തരത്തിലുള്ള മികച്ച വിദ്യാർത്ഥികൾ, മികച്ച ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്? ഡോക്ടർമാരാണെങ്കിൽ കൂടി അവരുടെയും മാനസിക നില നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഒരു പെൺകുട്ടി, ഡോക്ടർ ഷഹാന എന്ന് പറയുന്ന മിടുക്കിയായ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് സുഹൃത്തായ സഖാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സുഹൃത്തിലേക്ക് അന്വേഷണം നേടണം. കൊലക്കേസിൽ അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന് ആ സുഹൃത്തിനെതിരെ നടപടി ഉണ്ടാകണം. പണത്തിനോടുള്ള ആർത്തി എത്ര കിട്ടിയാലും മതിയാകാതെ പണത്തിനോടുള്ള ആർത്തിയാണ് ഇത്തരം ആളുകളെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കൊലക്കുറ്റത്തിന് തന്നെ ഈ ക്രിമിനലിനെതിരെ കേസെടുക്കണം. ഒരു സാധാരണ പെൺകുട്ടിയെ ജീവിതത്തിന്റെ വാഗ്ദാനം നൽകി, വിവാഹം ചെയ്യാനുള്ള വാഗ്ദാനം നൽകി, മോഹം നൽകിയ ശേഷം ഒടുവിൽ പണത്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞിട്ട് പോവുക. അത്രത്തോളം ക്രൂരതയുള്ളവർ മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഈ ഡോക്ടറെ ഇപ്പോൾ വിട്ടുകളഞ്ഞാൽ ഇനിയും ഇയാൾ സമൂഹത്തിന് മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ ചതിക്കുഴിയിൽ വീഴ്ത്താം. അതുകൊണ്ട് മാതൃകാപരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും മരണപ്പെട്ട ഷഹാനയുടെ കുടുംബത്തിന്റെയും ആവശ്യം. ഒരു പെൺകുട്ടിക്കും ഇനി ഇതിനു സമാനമായ ഒരു അനുഭവം ഉണ്ടാകരുത്. പക്ഷേ ആ ഡോക്ടറുടെ രാഷ്ട്രീയം, ആ ഡോക്ടറുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഉന്നത ബന്ധങ്ങൾ, ഭരണകക്ഷിയുമായുള്ള അടുപ്പം, തീപ്പൊരി സഖാവാണെന്നുള്ള ആ ഒരു പരിചയം, ഇതൊക്കെ കൊണ്ട് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാകുമോ എന്ന സംശയം എല്ലാവർക്കുമുണ്ട്. എങ്കിലും മന്ത്രിയുടെ അടിയന്തരമായ അന്വേഷണത്തിലുള്ള നിർദ്ദേശം ഒരു ശുഭസൂചകമായി വീട്ടുകാരും നാട്ടുകാരും കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഗൗരവമുള്ള ഒരു അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ മെഡിക്കൽ കോളേജ് PG വിദ്യാർത്ഥികളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും സുഹൃത്തായ, എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു യുവ ഡോക്ടറെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫ്ളാറ്റിൽ മരണപ്പെട്ട നിലയിൽ ഡോക്ടർ ഷഹനയെ കണ്ടെത്തിയത്. അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സമീപത്തു നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള
പീഡനമാണ് മരണത്തിന് കാരണമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് വരന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. സുഹൃത്തും ഡോക്ടറുമായ വ്യക്തിയാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. പ്രണയത്തിലായിരുന്നു ഇരുവരും. വളരെ വലിയ സ്ത്രീധനമാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടതെന്ന് ഷഹാനയുടെ കുടുംബം ആരോപിക്കുന്നു. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചോദിച്ച സ്ത്രീധന തുക. അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങി. പിന്നീട് മാനസികമായി വിഷമത്തിലായിരുന്ന ഷഹാന വിഷാദ രോഗത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങി.